A sector of central angle 216 is cut out from a circle of radius 25 cm and is rolled up into a cone. What are the base radius and height of the cone? What is its volume? 216 ഡിഗ്രി കേന്ദ്രകോണും 25 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക ആക്കിയാൽ അതിന്റെ ആരവും ഉയരവും എത്രയായിരിക്കും? വ്യാപ്തമോ? അപ്പോൾ ആ വൃത്തസ്തൂപികയുടെ ആരം കാണണം, ഉയരം കാണണം, പിന്നെ വ്യാപ്തവും കാണണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 πr²h ആണ്. അതിന് റേഡിയസ് വേണം, h വേണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള x തന്നിട്ടുണ്ട്, അഥവാ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 216 ആണ്. പിന്നെ സർക്കിളിന്റെ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്, അതിനെ നമ്മൾ ക്യാപിറ്റൽ R അല്ലെങ്കിൽ L എന്ന് പറയും. ക്യാപിറ്റൽ R എന്ന് പറയും അല്ലെങ്കിൽ L എന്ന് പറയും. അത് 25, അതാണ് സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, നമുക്കിനി റേഡിയസ്, ബേസ് റേഡിയസ് കാണണം, അഥവാ സ്മോൾ ലെറ്റർ R കാണണം, ഹൈറ്റ് ആയ h കാണണം, പിന്നെ വോളിയം കാണണം. എക്സും സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എന്താണത്? x/360 = r/r. എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 25, അത് അവിടെ കൊടുക്കുക. അപ്പൊ 216/360 = r/25 വരും. ഇനി 216 സംഖ്യകൾ കൂട്ടുമ്പോൾ 6 1 7, 7 2 9, 6 3 9, 2നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 216 9 8 ഡിവൈഡ് ചെയ്യുക. 216 9 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 21 എത്ര 9 ഉണ്ട്? 9 9 18, രണ്ടെണ്ണം വരും. 18 കഴിഞ്ഞാൽ, അപ്പൊ രണ്ടെണ്ണം വരും. 18 കഴിഞ്ഞാൽ 19 20 21, റിമൈൻഡർ 3 ഉണ്ടാവും. 3 മാറും 36, 36 4 വരും. അപ്പൊ 24. അപ്പൊ 24/40, 36 4 പിന്നെ ഒരു 0, അപ്പൊ 40 = r/25. ഇനി ഈ 25നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ 24/40 × 25 വരും. ഇതിവിടെ ഹരിക്കാനുള്ള അപ്പുറം പോകുമ്പോ ഇൻഡു. ഇനി 25നെ 5 ആയിട്ടും കട്ട് ചെയ്യുക, 40നെ 5 ആയിട്ട് കട്ട് ചെയ്യുക. അപ്പൊ 5/8 വരും. അപ്പൊ 24 × 5/8. ഇനി 24നെയും 8നെയും കട്ട് ചെയ്യുക. 24 എത്ര 8 ഉണ്ട്? 3 8 24 ആണ്. അപ്പൊ 3 × 5 വരും. 3 × 5 15. അപ്പൊ റേഡിയസ് കിട്ടിയ എത്രയാ? 15. ഇനി നമുക്ക് എന്ത് കാണണം? ഉയരം കാണണം. അപ്പൊ ഇനി അടുത്തത് ആറും എല്ലും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താ? L² = r² + h². L നമുക്കറിയാം 25 ആണ്, R നമുക്കറിയാം 15 ആണ്. അപ്പൊ 25ന്റെ സ്ക്വയർ = 15ന്റെ സ്ക്വയർ + h². 25ന്റെ സ്ക്വയർ പറഞ്ഞാല് 5ന്റെ സ്ക്വയർ പറഞ്ഞാൽ 25 അവസാനിക്കുള്ളൂ. 5 അല്ലാത്ത സംഖ്യ 2 ആണ്. 2 കഴിഞ്ഞാൽ 3, അപ്പൊ 2 × 3 6, അപ്പൊ 625. ഓക്കെ, ഈ 15ന്റെ സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഇവിടുത്തെ പ്ലസ് ചെയ്യാനാണ്, ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 15ന്റെ സ്ക്വയർ അതേപോലെ തന്നെ 1 കഴിഞ്ഞാൽ 2, അപ്പൊ 1 × 2 2, അപ്പൊ 225. 625 225 പോയാൽ ബാക്കി 400 കിട്ടും. h² 400 ആണെന്നുണ്ടെങ്കിൽ h എന്ന് പറഞ്ഞാൽ √400. 400ന്റെ റൂട്ട് എത്രയാണ്? 20. അപ്പൊ h കിട്ടി എത്രയാ? 20. L കിട്ടി എത്രയാ? 25. R കിട്ടി എത്രയാ? 15. ഇനി വോളിയം കാണാലോ, 1/3 πr²h. R എന്ന് പറഞ്ഞാൽ 15 ആണ്, h എന്ന് പറഞ്ഞാൽ 20 ആണ്. π ആയിട്ട് തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ r² പറയുമ്പോൾ 15ന്റെ സ്ക്വയർ, അപ്പൊ 15 × 15. ഈ 15നെ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 5 കിട്ടും. ഓക്കെ, ഇനി 5നെ 15 ആയിട്ട് ഗുണിക്കുക. അപ്പൊ 5 25ക്ക് 5 വരും. 5 25ക്ക് 5 ഇഷ്ടം 2 വരും. 5 5 2 7, 75 വരും. പിന്നെ ആ 75നെ 2 കൊണ്ട് ഗുണിക്കുക. 20 ആണ്, പക്ഷെ അതിൽ 2 കൊണ്ട് ഗുണിക്കുക. 2 5 10ക്ക് 0, ഇഷ്ടം 1, ഒരു 14 1 15. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ആ 20ന്റെ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 1500 എന്ന് വരും. അപ്പൊ 1500 π സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. 1500 π സെന്റിമീറ്റർ ക്യൂബ്. വോളിയം ആയതുകൊണ്ട് വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? ക്യൂബാണ്. അപ്പൊ 1500 π സെന്റിമീറ്റർ ക്യൂബ്.